നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വർണ്ണപ്പാളി മാത്രമല്ല, ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തി. SITക്ക് മൊഴി നൽകി വിദേശ വ്യവസായി. ഡി മണി എന്ന ഇടനിലക്കാരന് വിഗ്രഹം കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ SITയിൽ നിന്ന് വിശദീകരണം തേടി ഹൈക്കോടതി. തോൽപ്പിച്ചത് ശബരിമലയോ? CPMൽ തർക്കം തീരുന്നില്ല. തിരിച്ചടിയായെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. ശബരിമല ബാധിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. ധാക്കയിൽ ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൊന്നതിൽ രാജ്യ തലസ്ഥാനത്ത് വൻ പ്രതിഷേധം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ മുദ്രാവാക്യങ്ങളുമായി ഹിന്ദു സംഘടനകൾ. പ്രസിഡന്റ് മുഹമ്മദ് യൂനുസിന്റെ കോലം കത്തിച്ചു. ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ആശങ്ക അറിയിച്ച് ബംഗ്ലാദേശ്. വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ 2 പേർ കൂടി പിടിയിലായത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും CPM പ്രവർത്തകനും. രാം നാരായണന്റെ കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച ഛത്തീസ്ഗഡ് സർക്കാർ. കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധവുമായി പാലക്കാട് രൂപത. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്ന് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. സർക്കാർ നടപടിയെടുക്കണമെന്നും ആവശ്യം. കരോൾ സംഘത്തെ RSS പ്രവർത്തകർ തടഞ്ഞത് ഇന്നലെ പുതുച്ചേരിയിൽ. ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1,01,600 രൂപ, ഗ്രാമിന് 12,700. പവൻ ഒറ്റയടിക്ക് ഇന്ന് കൂടിയത് 1,760 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹിയിലെ ബംഗ്ലാദേശി ഹൈക്കമ്മീഷന് മുന്നിൽ വൻ പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. 100 കണക്കിന് പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർത്തു. ഇതിനിടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിപ്പിച്ച് ബംഗ്ലാദേശ് നിലവിലെ പ്രതിഷേധങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, വലിയ രീതിയിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്. ഇത് ഒട്ടും നനച്ചിരിക്കാത്ത രീതിയിലാണ് ഇന്ന് 100 കണക്കിന് പ്രവർത്തകർ ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ തടിച്ചുകൂടിയത്. ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സമീപമുള്ള ദുർഗാബായ് ദേശ്മുഖ് സൗത്ത് ക്യാമ്പസ് മെട്രോ സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടന. ഇത് മാത്രമല്ല, മറ്റ് ചെറു സംഘടനകളുടെ നേതൃത്വത്തിലും പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനമുണ്ടായിരുന്നു. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം, അതുപോലെ തന്നെ ഈ പ്രതിഷേധത്തിലൂടെ അന്താരാഷ്ട്ര ശ്രദ്ധ അത് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള എല്ലാം വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആഹ്വാനങ്ങൾ കേട്ടറിഞ്ഞും ഇവിടേക്ക് നിരവധി പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ എല്ലാവരും അവിടെ കൂടിച്ചേർന്നാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം നേരത്തെ തന്നെ ഡൽഹി പോലീസ് പ്രവചിച്ചിരുന്നതാണ്. ഇത് കാരണം അവർ കനത്ത രീതിയിലുള്ള സുരക്ഷ ഈ മേഖലയിൽ ഒരുക്കിയിരുന്നു. 3 ലെയർ ബാരിക്കേഡാണ് ഈ മേഖലയിൽ പോലീസ് സ്ഥാപിച്ചിരുന്നത്. അതുമാത്രമല്ല, ഡൽഹി ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഒരു ബസ്സും ഈ റോഡിന് കുറുകെ പോലീസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തങ്ങൾ സമാധാനപൂർവമായിട്ടാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നതെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിലെ ചില പ്രവർത്തകർ അവർ ആക്രോശിച്ചുകൊണ്ട് ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അകത്തേക്ക് തള്ളിക്കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബാരിക്കേഡ് തകർത്തത്. ഇവർ 3 ലെയർ ബാരിക്കേഡാണ് പോലീസ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ലെയർ ബാരിക്കേഡ് പ്രവർത്തകർ തള്ളി മാറ്റി കഴിഞ്ഞു. രണ്ടാമത്തെ ലെയർ ബാരിക്കേഡിന് മുകളിൽ കയറി വരെ ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അകത്തേക്ക് വരെ കയറി ഒരു
പ്രതിഷേധത്തിനിടയാക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ഇന്ത്യക്കൊരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്ഥാനപതിയായിട്ടുള്ള പ്രണയ് വർമ്മയാണ് നിലവിൽ അവിടെ വിളിച്ചിട്ടുള്ളത്. അവിടെയുള്ള വിദേശകാര്യ സെക്രട്ടറി ആസാദ് ആലം ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹം ധാക്കയിൽ വെച്ച് ആസാദ് ആലവും അതുപോലെ തന്നെ പ്രണയ് വർമ്മയും തമ്മിൽ ചർച്ച നടന്നു. ഇന്ത്യയിൽ ഈ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ബംഗ്ലാദേശ് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ സംഭവിച്ച ഒരു പ്രതിഷേധത്തെ അത് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വലിയ തരത്തിൽ ഊതിപ്പെരുപ്പിക്കാൻ കാണിച്ചിരുന്നു. ഇന്നലെ 25 പേർ ചേർന്നാണ് ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ നടത്തിയത്. ഇത്ര വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല ഇന്നലെ നടന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പോലീസ് ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പോലീസിൻ്റെ കണക്കുകൂട്ടലുകളെ വരെ തെറ്റിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം ദുർഗാബായ് ദേശ്മുഖ് സൗത്ത് മെട്രോ സ്റ്റേഷന് സമീപം ഈ തടിച്ചുകൂടിയത്. ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക സർക്കാരിൻ്റെ ചീഫ് അഡ്വൈസറായിട്ടുള്ള മുഹമ്മദ് യൂനിസിൻ്റെ കോലം കത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുന്നത്. UN-ൻ്റെ ഉൾപ്പെടെ ശ്രദ്ധ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിൽ വേണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ധാക്കയിലും ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിരുന്നു. അവിടെയുള്ള വിവിധ ന്യൂനപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ധാക്കയിൽ മനുഷ്യച്ചങ്ങല രൂപീകരിച്ചാണ് ബംഗ്ലാദേശിലുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചത്. ഈ ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകം തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും എടുത്തുകാട്ടുന്നത്. ഇതിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്ന, അവർ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ദീപു ചന്ദ്രദാസ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സത്യസന്ധത എത്രമാത്രമാണെന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല. അതായത് പോലീസ് ഈ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഹിന്ദു യുവാവിനെ, ഫാക്ടറി വർക്കറായിരുന്ന ഈ യുവാവിനെ ആദ്യം പിടിച്ചുകൊണ്ടുപോകുന്നു. അതിനുശേഷം പോലീസാണ് അക്രമാസക്തരായി നിന്ന ജനക്കൂട്ടത്തിന് നേരെ ഈ ദീപു ചന്ദ്രദാസിനെ എറിഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ജനക്കൂട്ടം ദീപുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും മരത്തിൽ കെട്ടിത്തൂക്കി ജീവനോടെ കത്തിക്കുകയും ചെയ്തത് എന്നാണ് ഈ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബംഗ്ലാദേശ് സർക്കാരും ജനങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് യൂനിസിൻ്റെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. എന്നാൽ ഈ ആക്രമണം, ഈ ഹിന്ദു യുവാവിന് നേരെയുള്ള ആക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം മുഹമ്മദ് യൂനിസ് സർക്കാർ ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്ന് അറിയിച്ചിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ 25ഓളം പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരം. എന്നാൽ ഈ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് ഇവരെ ഫൈവ് സ്റ്റാർ സംവിധാനത്തിൽ ജയിലിൽ പാർപ്പിക്കുകയും സർക്കാരിൻ്റെ അതിഥികളായി വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. പണ്ട് ഇന്ത്യയുടെ ഒരു സഹായം കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ ഇന്ന് ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു വെറുപ്പ് പടർത്തുന്ന സ്ഥലമായി ഇവിടെ മാറുന്നു എന്നും ഇവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ പലരും ആരോപിക്കുകയും ചെയ്തു. ശരി അജയ്, മറ്റൊരു കാര്യം, ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം അവിടെയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒപ്പം അതിർത്തി സുരക്ഷ, അത് സംബന്ധിച്ചൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നിലവിൽ ഈ ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയും ആക്രമണങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ചിറ്റഗോങ്ങിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ ആണ് പ്രധാനമായിട്ടും ആക്രമണം നടന്നത്. അന്ന് തന്നെയാണ് ഈ ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നത്. അന്ന് ഈ ചിറ്റഗോങ്ങിലുള്ള ഓഫീസിന് നേരെ കല്ലേറും തീവയ്പും ഉൾപ്പെടെ ഉണ്ടായി. ഈ ഓഫീസ് കൈയടക്കി നിരവധി പ്രവർത്തകർ അവിടെ ഓഫീസ് കെട്ടിടം ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കലാപം പുറപ്പെട്ട ആദ്യ
മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യ അവരുടെ സ്ഥാനപതികളെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് മറ്റ് പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ അവിടെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ കോൺസുലേറ്റ് വിസകൾക്ക് ഉൾപ്പെടെ നിലവിൽ ഒരു താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാൻ അന്നു മുതൽ തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആശങ്കയോടെ തന്നെയാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടെ ബംഗ്ലാദേശിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലയാളിയെ ഇതുവരെയും അവിടെ പ്രധാനപ്പെട്ട കൊലയാളിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുഖ്യ കുറ്റവാളി അയാളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടും ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും കലുഷിതം തന്നെയാണ് ബംഗ്ലാദേശിലെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഇന്നലെ മുഹമ്മദ് മൊത്തലബ് സിക്ദർ എന്ന് പറയുന്ന 42-കാരനായിട്ടുള്ള ഒരു തൊഴിലാളി നേതാവിന് കൂടി വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരാഴ്ചക്കിടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ബംഗ്ലാദേശിൽ വെടിയേൽക്കുന്നു. അപ്പോൾ ഈ ബംഗ്ലാദേശിലുള്ള ഈ നേതാക്കളെ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം അത് ബംഗ്ലാദേശിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റ് ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റ് ഈ ഹിന്ദുക്കളോ ഒന്നും തന്നെയല്ല. പക്ഷേ ഇന്ത്യയുടെ പങ്കും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ പങ്കും ആരോപിച്ച് ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനമോ തെളിവുകളോ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നിരവധി ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദി അയാൾ നിരന്തരം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും അതുപോലെ തന്നെ അതുമാത്രമല്ല വർഗീയമായിട്ടുള്ള നിരവധി പരാമർശങ്ങൾ ഉൾപ്പെടെ പൊതുവേദിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവാണ്. അയാൾക്ക് ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ശവസംസ്കാരമാണ് ധാക്കയിൽ നടത്തിയത്. ധാക്ക യൂണിവേഴ്സിറ്റിക്ക് സമീപം നടന്ന ആ ഒരു സംസ്കാര ചടങ്ങിൽ മുഹമ്മദ് യൂനിസ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ വരെ എത്തി ഒരു സ്റ്റേറ്റ് ഓഫ് ഓണർ ഉൾപ്പെടെ കൊടുത്താണ് ശവസംസ്കാരം നടന്നത്. അതായത് ഒരു വർഗീയവാദിയായിട്ടുള്ള ആൾക്ക് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം ഉൾപ്പെടെ കൊടുത്ത് മൃതദേഹം സംസ്കരിക്കുന്ന രീതി, പരിക്കേറ്റ് തലയ്ക്ക് വെടിയേറ്റ് ധാക്കയിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും അയാളെ രായ്ക്ക് രാമാനം കൂടുതൽ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് വിമാനം കയറ്റി അയക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഏതാണ്ട് ഒരു പവിത്രമായിട്ടുള്ള ഒരു നേതാവിന് നൽകുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇത്തരത്തിലൊരു വർഗീയവാദിക്ക് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ തീർത്തും കലുഷിതമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഈ സാഹചര്യം മാറാൻ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ വേണ്ടിവരും. ഇനി എത്ര വർഷങ്ങൾ കടന്നാലാകും സ്ഥിതിഗതികൾ പഴയതുപോലെ ആവുക എന്ന് പ്രവചിക്കുക സാധ്യമല്ല. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന അവിടെയുള്ള സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഈ ആക്രമണങ്ങൾക്ക് കാരണം. അവരാണ് ജനക്കൂട്ടത്തെ ഇത്തരത്തിൽ ഒരു പ്രകോപിപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ അവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും അവിടെ കടുത്ത രീതിയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധം, അതിൻ്റെ ഒരു റിയാക്ഷൻ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ. ശരി അജയ്, എന്തായാലും ഡൽഹിയിലെ ബംഗ്ലാദേശി ഹൈക്കമ്മീഷന് മുന്നിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നതിന് സമാനമായാണ് ബംഗ്ലാദേശിലെ ആക്രമണമെന്ന് കോൺഗ്രസ് MP ദിഗ്വിജയ് സിംഗ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നത് പോലെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷയത്തെ അപലപിക്കുന്നതായും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. जिनका विरोध शेख मुजीब साहब ने किया था, ये जो हालात हमारे देश में है, यहाँ वही धर्मांध फैलाने वाले कट्टरपंथी ताकतें जो हैं, जिस प्रकार से अल्पसंख्यक समुदाय के खिलाफ जो कार्रवाई कर रहे हैं, वही रिएक्शन वहाँ पर उस प्रकार का हो रहा है. हम बांग्लादेश में जो हमारे हिंदू भाइयों के साथ हो रहा है, ईसाइयों के साथ हो रहा है, उसकी घोर निंदा करते हैं. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച വിദേശ വ്യവസായിയുടെ മൊഴി. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്ന് അറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ
ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളയിലെയും സ്വർണം മാത്രമല്ല ഇവിടെ നിന്ന് തട്ടിയെടുത്തത്, അതിനൊപ്പം തന്നെ 4 പഞ്ചലോക വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്നും കൈമാറിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഡി മണി എന്ന വ്യവസായിയുടേത്. ഈ ഒരു വ്യവസായിയെ സംബന്ധിച്ച് ഇതിനു മുൻപ് തന്നെ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SITക്ക് മുൻപാകെ അദ്ദേഹം മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘം, അതായത് കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന് ഇടനില നിന്നതെന്നും പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-നാണെന്നടക്കമുള്ള വിശദമായ മൊഴികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SIT കൂടുതൽ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു അന്വേഷണം തുടക്കത്തിൽ തൊട്ട് തന്നെ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയും ഈ ഒരു ദ്വാരപാലക ശില്പത്തിൽ അടങ്ങിയിട്ടുള്ള സ്വർണം തട്ടിയെടുത്തു എന്നതിലുപരി എത്രയും ശ്രീകോവിലിന് മുൻപിൽ നിൽക്കുന്ന ഈ ഒരു സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കുക എന്ന് പറയുന്നത് മറ്റ് പല ഭാഗങ്ങളിലേക്കും ഈ ഒരു കൊള്ള എത്തിയിട്ടുണ്ടാകാമെന്നുള്ള സൂചന ഹൈക്കോടതി അടക്കം പരാമർശിച്ചിരുന്നു. അത് പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തിരുന്നു. അത്തരം വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട വലിയൊരു ശൃംഖല തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഇങ്ങനെയൊരു കൊള്ള നടത്താൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും കർശന നിരീക്ഷണവും മറ്റും നടക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ ഒരു പഞ്ചലോക വിഗ്രഹം 4 തട്ടിക്കൊണ്ടുപോവുക, അവിടെ നിന്നും കടത്തുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിലേക്ക് കൂടി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലെ കണ്ണികളെ അടക്കം ബന്ധിപ്പിച്ചുകൊണ്ട് എത്രത്തോളം ഉന്നതരിലേക്ക് അന്വേഷണം എത്താൻ കഴിയുമെന്നടക്കം ചോദ്യമായി നിലനിൽക്കുന്നു. കാരണം ഈ ഒരു ഇത്രയും വലിയൊരു കൊള്ളയാണ് എങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്കും ഭരണതലത്തിലേക്ക് അടക്കം പലരിലേക്കും ഈ ഒരു അന്വേഷണം എത്താനും സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് ഒരു വലിയ കണ്ണികളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു വലിയ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആരാണ് ഈ ഡി മണി? ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കണം എന്ന കാര്യത്തിലടക്കം ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ വിശ്വാസത്തിൽ എടുക്കേണ്ടതും ഇതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷണം കണ്ടെത്തേണ്ടതും അടക്കം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയായി വരും. മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട അടക്കം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൂടുതൽ വെളിപ്പെടുത്തലും പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വർണ്ണ വ്യാപാരി നാഗ ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. മറുപടി നൽകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ശബരിമല വിഷയത്തിൽ CPMൽ 2 നിലപാട്. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴാണ് വിഷയം തിരിച്ചടിയായെന്നും എന്നാൽ അതിന്റെ ആഘാതമാണ് തിരിച്ചറിയാതെ പോയതെന്നും ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പരാമർശിച്ചത്. ജില്ലാ കമ്മിറ്റിയിലും സമാന വികാരം അംഗങ്ങൾ പങ്കുവച്ചു. എന്നാൽ മറുപടിയിലും ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കാരണമായില്ല എന്ന പ്രാഥമിക വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമല തിരിച്ചടിച്ചെങ്കിൽ BJPക്ക് ഇതിലും വലിയ നേട്ടമുണ്ടാകുമായിരുന്നു. അത്ര വലിയ പ്രചരണമാണല്ലോ BJPയും UDF സംസ്ഥാനത്ത് അഴിച്ചുവിട്ടത്. എന്നിട്ടും ഇത്രയല്ലേ പാർട്ടിക്ക് തോൽവി ഉണ്ടായുള്ളൂ എന്നൊരു ന്യായവാദമാണ് MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ MV ഗോവിന്ദന്റെ അഭിപ്രായത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാടിനെ അതേപടി ശരിവയ്ക്കുന്ന ചർച്ചകളല്ല CPMന്റെ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ CPM നിലപാടിനെതിരെ ഉയർന്നു വന്നത്. എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല? എന്താണ് അതിന് പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശം? ഏതായാലും അത് ഗുണം ചെയ്ത UDFനാണ്, കോൺഗ്രസിനാണെന്ന വിമർശനം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്നു വന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രത്യേകിച്ച് ഉയർന്നു വന്നു. പത്മകുമാറിനെതിരെ നടപടി എടുക്കണമായിരുന്നു. മാത്രമല്ല, ഈ ശബരിമല അയ്യപ്പ സംഗമമൊക്കെ വലിയ നേട്ടമാണെങ്കിലും അവിടെ അന്നുണ്ടായ ഒരു സംഭവം, അത് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതിന്റെ അനന്തരഫലങ്ങളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുള്ള അഭിപ്രായവും CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. എന്നാൽ അതിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ നിലപാട് ആവർത്തിക്കുകയത് ശബരിമല തിരിച്ചടിച്ചു എന്നതിന് ഇതുവരെ ആ രീതിയിലുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല. അത് കണക്കുകൾ പരിശോധിച്ച് എല്ലാ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയൂ. മാത്രമല്ല, പത്മകുമാറിനെയും വാസു അടക്കമുള്ളവർക്ക് നടപടിയെടുക്കാത്തതിന് കാരണം അവർ തെറ്റു ചെയ്തു, അവരുടെ ഭാഗത്ത് പ്രൊസീജിയർ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിന് കൂട്ടുനിന്നോ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലേക്ക് പങ്കുണ്ടോ എന്നതിന് യാതൊരു തെളിവുമില്ല. SITക്ക് പോലും അത്തരം
കണ്ടെത്തലുകളില്ല, എഫ്ഐആറിലെ പരാമർശങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവരെ ഈ ഘട്ടത്തിൽ പുറത്താക്കുന്നത് അതുകൊണ്ടാണ് അവരെ കുറ്റപത്രം കൊടുക്കുന്നവരെ കാത്തിരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഇനി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കർശന നടപടിക്ക് തന്നെ CPM പോകുമെന്ന ഉറപ്പ് ജില്ലാ കമ്മിറ്റി യോഗത്തിലും MV ഗോവിന്ദൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടപടിയെടുക്കേണ്ട കാര്യമില്ല നിലപാട് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും MV ഗോവിന്ദന്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാടുകളല്ല ശബരിമല വിഷയത്തിൽ ചർച്ച താഴേക്ക് പോകുമ്പോൾ പതിവിന് വിരുദ്ധമായി ഇപ്പോൾ ജില്ലാ കീഴ്ഘടകങ്ങളോട് ചർച്ച ചെയ്ത് നിലപാട് അറിയിക്കാനാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴേക്ക് പോകുമ്പോൾ ഈ വിഷയം കടുത്ത തിരിച്ചടിയായി മാറി എന്നൊരു പൊതുവികാരമാണ് CPMന്റെ നേതൃയോഗങ്ങളിൽ ഉയരുന്നത്. ശബരിമല യുവതി പ്രവേശനത്തിലടക്കം ആദ്യം നിലപാട് തിരുത്താൻ CPM പിന്നീട് നിർബന്ധിതമായി മാറി. ശബരിമല യുവതി പ്രവേശനം പാർട്ടിക്കും മുന്നണിക്കും സംസ്ഥാന തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPM വിലയിരുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ ഉയർന്നു വരുന്ന ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഈ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. 19 നടന്ന മോഷണം 2024 നടക്കുവാൻ ഹൈക്കോടതി നേരിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ CBI അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അത് മന്ദഗതിയിലായി. അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു. കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട്. ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും. കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു, എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോ പറയുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് അവർ 2 പേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മണ്ഡല പൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 26-ന് തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ 5 മുതൽ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനായി തങ്കയങ്കി വെച്ചതിന് ശേഷമാണ് ശരണം വിളികളുടെ അകമ്പടിയോടുകൂടി തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര കടന്നുപോകുന്ന വീഥികളിൽ ഭക്തർ നിലവിളക്കും നിറപറയും ഒരുക്കി തങ്കയങ്കിയെ വരവേറ്റു. സായുധ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ന് വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നടക്കി സമർപ്പിച്ച 450 പവൻ തൂക്കമുള്ള ആഭരണങ്ങളാണ് തങ്കയങ്കി. 27-ന് ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1,05,738 തീർത്ഥാടകർ ദർശനം നടത്തി. ഉച്ചവരെ 50,000-ത്തിലധികം പേർ അയ്യനെ തൊഴുതു. സന്നിധാനത്ത് ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി നടക്കും. ശബരിമലയിൽ വലിയ തിരക്കിലേക്ക് പോകുന്നു. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് തന്നെ എന്ന് തന്നെ പറയാം. ഇന്നലെ ഏതാണ്ട് 1,00,000-ത്തിലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും അതേ തിരക്ക് തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും തങ്കയങ്കി ഘോഷയാത്രയെ
വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം എന്നതാണ് ഇനി പറയാനുള്ളത്. ഇന്നിപ്പോൾ ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര 26 ഉച്ചയോടുകൂടിയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അതിനുശേഷം ഏതാണ്ട് വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിലെത്തുന്നു. 6:30 ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് 18-ാം പടി കയറ്റി തിരുനടയിലെത്തി ദീപാരാധന നടക്കുന്നു. തൊട്ടടുത്ത ദിവസം 27 രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡല പൂജ, ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുക. ഇതിന്റെ മുഹൂർത്തം 11 മണിയാണ്. എന്തായാലും അന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ ഒരു മണ്ഡല പൂജ തീർത്ഥാടനത്തിന് പരിസമാപ്തമാകുകയാണ്. എന്തായാലും ഈ പല നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പുല്ലുമേട് ഉൾപ്പെടെയുള്ള വഴിയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം അടക്കം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 1000 പേരാർ ചുരുക്കിയെങ്കിൽ പോലും അതിൽ കൂടുതൽ ഭക്തർ അതുവഴി നേരത്തെ ബുക്ക് ചെയ്തവരൊക്കെ എത്തുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. എരുമേലി പാതയുടെ അവസ്ഥയും അതുതന്നെയാണ്. രാത്രി ഏതാണ്ട് 2 മണി വരെ ഭക്തരെ കടത്തിവിടുന്നു 18-ാം പടിയിലൂടെ എന്നതുകൊണ്ട് തന്നെയാണ് താഴേക്കൊരു വലിയ തിരക്ക്. 1 ലക്ഷം പേരെത്തിയാൽ പോലും വലിയ ക്യൂ ഉണ്ടാകുന്ന സാഹചര്യം എന്തായാലും ഇപ്പോൾ നിലവിലില്ല. എന്തായാലും വലിയ തിരക്കിലൂടെ ശബരിമല സന്നിധാനം മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ വില 1 ലക്ഷം കടന്നു. 1,16,600 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പവന് 1,760 രൂപയും ഗ്രാമിന് 220 രൂപയുമാണ് ഇന്ന് കൂടിയത്. സ്വർണ്ണവില അന്താരാഷ്ട്ര റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. ലക്ഷവും കടന്ന് സ്വർണ്ണവില കുതിച്ചു പായുകയാണ്. 1,16,600 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. അതുപോലെ പവന് 12,700 രൂപയുമാണ് ഇന്ന് വിപണി വില. സ്വർണത്തിൻ്റെ വില എങ്ങനെയാണ്? കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു ക്രിസ്മസിൻ്റെ ഒരു അനക്കം ഈ ഒരു ക്രിസ്മസിന് നമുക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിലക്കയറ്റാണ് കൂടുതലും നമുക്ക് കൊടുക്കാൻ വരുന്ന കസ്റ്റമറാണല്ലോ. എടുക്കാൻ വരുന്ന കസ്റ്റമർ ഇപ്പോഴും കുറവാണ്. പിന്നെ എന്താ കല്യാണ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുക്ക് ചെയ്യണ കാരണം അവർക്കൊരു ലാഭമുണ്ട്. കാരണം ആ ഒരു റേറ്റിന് കിട്ടണ കാരണം സാധാരണക്കാർക്ക് ഇപ്പോഴും ഒരു പവൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും കഴിഞ്ഞ ദിവസം 220 രൂപയാണ് സ്വർണത്തിന് കൂടിയിട്ടുള്ളത്. ഈ വില വർധനവ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കൊരു 1,04,500 അല്ലെങ്കിൽ മുതൽ 7,000 രൂപ വരെ എത്തുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെയാണ് ഇന്നിപ്പോൾ 1,01,600 ആയിട്ടുണ്ട് പവൻ്റെ വില. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1,07,000-8,000 ഈ ന്യൂ ഇയർ ആകുമ്പോഴേക്ക് എത്തുന്ന തന്നെയാണ്. പെട്ടെന്നൊരു ഇടിവിനായിട്ടുള്ള ചാൻസ് കുറവാണ് ഇനി. കാരണം ഡോളറിൻ്റെ റേറ്റ് അബവ് 90 നിൽക്കുകയും ചെയ്യുക. ഒപ്പം ഔൺസിൻ്റെ ഗോൾഡിൻ്റെ റേറ്റ് 1,480 എന്ന് നിൽക്കുന്നത്. അതൊരു 1,550-1,600 എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഇടിവുണ്ടാവില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞത് വലിയ നിക്ഷേപത്തിലേക്ക്, സ്വർണത്തെ വലിയ സ്ഥിര നിക്ഷേപം ആക്കാം എന്നുള്ളൊരു ധാരണ പറഞ്ഞതോടുകൂടിയാണ് സ്വർണത്തിന് റെക്കോർഡ് വിലയിലേക്ക് കുതിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല US പലിശ നിരക്ക് കുറച്ചതും ഈ ഡോളറിൻ്റെ മൂല്യശോഷണവും ഒക്കെ വലിയ സാഹചര്യത്തിലേക്ക്, സ്വർണ്ണവില കൂടുന്നതിലുള്ള വലിയ സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് സ്വർണ്ണവില ഇങ്ങനെ അടിക്കടി കൂടുന്നത്. ഇത് ബാധിക്കുന്നത് ശരിക്കും മിഡിൽ ക്ലാസ്സിലുള്ള ഇടത്തരക്കാരെയാണ്. പ്രത്യേകിച്ചും കല്യാണക്കാരൊക്കെ ആണെങ്കിൽ കൂടുതലും അവർക്ക് നിർബന്ധിതമാകുകയാണ്, സ്വർണം വാങ്ങാനുള്ളൊരു ആകുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങാതെ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ 10 പവന് കരുതിയിരിക്കുന്ന തുക 7 പവനിലേക്ക് ചുരുക്കേണ്ടി വരും. ആ തുകയ്ക്കല്ലാതെ കൂടുതൽ വാങ്ങാനുള്ള നിവൃത്തിയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട് സ്വർണം വാങ്ങുന്ന ഒരു അളവ് കുറയുകയും അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്ഥിര നിക്ഷേപമായി സ്വർണം കണക്കാക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വില അനുസരിച്ച് പവന് 1,760 രൂപയാണ്. അതുപോലെ ഗ്രാമിന് 220 രൂപയാണ് കൂടിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും, അതായത് ഈ പുതുവർഷത്തോട് കൂടിയിട്ട് കൂടുതൽ വിലയേറാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു 2020 മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 60,000 രൂപയാണ് ഈ 5 വർഷത്തിനുള്ളിൽ സ്വർണത്തിന് ഒരു പവൻ്റെ വില കൂടിയത് തന്നെ. അങ്ങനെ ഈ സ്ഥിര നിക്ഷേപത്തിലേക്ക് സ്വർണം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഉയർച്ചയായിട്ടാണ് കാണുന്നത്. പക്ഷേ മിഡിൽ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ ആളുകളെയും സംബന്ധിച്ചിട്ട് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക്
പോവുകയും അതുമാത്രമല്ല ഇത് ബിസിനസ്സിന്, അതായത് ഇപ്പം സ്വർണ്ണ ജ്വല്ലറി ഉടമകളാണെങ്കിലും കൂടുതൽ ബിസിനസ് നടക്കുക കല്യാണ ആവശ്യങ്ങൾക്കും അതുപോലെ മിഡിൽ ക്ലാസ് ആളുകളുടെ അടുത്തുനിന്നുമാണ്. അങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ അത് വലിയ ബിസിനസ് പരമായിട്ട് വിപണിപരമായിട്ട് കുറച്ച് നഷ്ടമുണ്ടാവുകയും അതേസമയം സ്ഥിര നിക്ഷേപത്തിലേക്ക് സ്വർണം മാറുകയും ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഓഹരി വിപണിയിലായാലും ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഡിജിറ്റൽ ഗോൾഡായാലും അല്ലാതെയായാലും പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതൊരു പക്ഷേ വലിയ മൂല്യത്തിലേക്ക് മാറുകയും ചെയ്യും. എന്തായാലും ഡോളറിൻ്റെ മൂല്യത്തകർച്ച വലിയ സാധ്യതയാണ് സ്വർണത്തിൻ്റെ വില കൂട്ടാൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇനിയും മാറിയേക്കാം. അത് ഒരു പക്ഷേ വരും വർഷങ്ങളിലും അതിങ്ങനെ ഈ പറയുന്ന ന്യൂ ഇയർ വരെയുള്ള കാലഘട്ടത്തിൽ അത് കൂടുകയും അത് കുറച്ചു കാലം വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് കൂടുകയും ഇനി അത് കുറച്ചു കാലം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവന്നപ്പോൾ ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ചത് കോൺഗ്രസ്. 29.17% വോട്ടുകളാണ് കോൺഗ്രസ് നേടിയത്. CPM-ന് ലഭിച്ചത് 27.16% വോട്ടുകളാണ്. വൻ അവകാശവാദങ്ങൾ ഉന്നയിച്ച BJP-ക്ക് 16.76% വോട്ടുകൾ നേടാൻ മാത്രമേ കഴിഞ്ഞൂ. UDF വലിയ രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കുകളിലും ആ മുന്നേറ്റം അതേപടി പ്രകടമാണ്. പാർട്ടികളുടെ വോട്ട് ശതമാനം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ കണക്കനുസരിച്ച് കോൺഗ്രസാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം വോട്ടുകൾ നേടിയ രാഷ്ട്രീയ പാർട്ടി. സംസ്ഥാനത്ത് കോൺഗ്രസ് 29.17% വോട്ടുകളാണ് സമാഹരിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് CPM ആണ് രണ്ടാമത് ഏറ്റവും അധികം വോട്ടുകൾ നേടിയിരിക്കുന്നത്. 27.16% വോട്ടുകളാണ് CPM നേടിയിരിക്കുന്നത്. ഇരു പാർട്ടികളും തമ്മിൽ വോട്ട് ശതമാനത്തിലെ വ്യത്യാസം ഏകദേശം 2% മാത്രമേ വരുന്നുള്ളൂ. മൂന്നാം സ്ഥാനത്ത് BJP ആണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ച ഏറ്റവും വലിയ പാർട്ടി. BJP 14.5% വോട്ടുകളാണ് സമാഹരിച്ചിരിക്കുന്നത്. നാലാമത് വരുന്നതാവട്ടെ മുസ്ലിം ലീഗാണ് വോട്ടുകൾ നാലാം സ്ഥാനത്ത് ഏറ്റവും അധികം സമാഹരിച്ച പാർട്ടി. മുസ്ലിം ലീഗ് 9.77% വോട്ടുകളാണ് സംസ്ഥാനത്ത് നിന്നും നേടിയിരിക്കുന്നത്. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് മാത്രമേ പിന്നീട് CPI അടക്കമുള്ള കക്ഷികൾക്ക് സ്ഥാനമുള്ളൂ. CPI 5.58% വോട്ടുകൾ സംസ്ഥാനത്ത് നിന്നും നേടിയിട്ടുണ്ട്. അടുത്തത് കേരള കോൺഗ്രസ് M ആണ്. കേരള കോൺഗ്രസ് M-ന് 1.62% മാത്രമാണ് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1.33% വോട്ടുകളാണ്. 1% അതിന് മുകളിലോ വോട്ടുകൾ നേടിയ പാർട്ടികളുടെ എണ്ണമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിനപ്പുറം മറ്റു പാർട്ടികളൊന്നും 1% മുകളിൽ വോട്ടുകൾ നേടിയിട്ടില്ല എന്നതാണ് സാഹചര്യം. UDF-ന്റെ മുന്നണി സംവിധാനത്തേക്ക് വരുമ്പോൾ 41%, 41.15% വോട്ടുകളാണ് മുന്നണി എന്ന രീതിയിൽ UDF-ന് നേടാനായിട്ടുള്ളത്. അതേസമയം ഇടതുമുന്നണിക്ക് LDF-ന് 36.25% വോട്ടുകളാണ് നേടാനായിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. BJP NDA മുന്നണിയിൽ BJP മാത്രമാണ് വോട്ടുകൾ സമാഹരിച്ചത്. BJPക്ക് 14.5% വോട്ടുകളാണ് നേടാനായത്. മുന്നണിയുടെ മൊത്തം വോട്ടുകൾ നോക്കുമ്പോൾ 15.2% മാത്രമാണ് വോട്ടുകൾ NDAക്ക് നേടാനായത്. BJPക്ക് വലിയ മുന്നേറ്റം നടത്താനായിട്ടില്ല എന്നതാണ് സാഹചര്യം. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ പിന്നോട്ടുപോക്ക് BJPക്കും ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള താരതമ്യ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ UDF-ന് കഴിഞ്ഞ ലോക്സഭയിൽ നേടിയ വോട്ട് നില തദ്ദേശത്തിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. അതേസമയം ഇടതുമുന്നണി CPM കഴിഞ്ഞ തവണത്തെക്കാളും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ട് തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ സാഹചര്യമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം മുസ്ലിം ലീഗിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ നേട്ടം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൂടുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം പാർട്ടികളുടെ പ്രകടനം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒഴികെ മറ്റ് പാർട്ടികളൊന്നും മികച്ച പ്രകടനം നടത്തിയിട്ടില്ല. വെൽഫെയർ പാർട്ടി അടക്കം UDF-ന് പിന്തുണച്ച ഇടങ്ങളിൽ അവർക്കെല്ലാം വളരെ മോശമായ പ്രകടനമാണ് ആ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ തങ്ങൾക്ക് പാർട്ടി സ്ഥാനാർത്ഥികൾ അതിനേക്കാൾ കൂടുതൽ മുന്നണിക്ക് പിന്തുണ കൊടുത്തു എന്നതുകൊണ്ടാണ് വോട്ടുകൾ കുറഞ്ഞതെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന INL ആവട്ടെ PDP ആവട്ടെ ഒന്നും ഈ മേഖലകളിൽ വലിയ പ്രകടനം നടത്തിയിട്ടില്ല. SDPIയും മോശം പ്രകടനം, താരതമ്യേന മികച്ച പ്രകടനമൊന്നും പലയിടങ്ങളിൽ നടത്തിയിട്ടില്ല എന്നതാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പുറത്തു വരുമ്പോഴുള്ള സാഹചര്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച വോട്ട് വിഹിതത്തിൻ്റെ കൂട്ടിക്കിഴിക്കലുകൾ മുൻനിർത്തിയാവും രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക.
UDF അസോസിയേറ്റ് അംഗമാക്കിയതോടെ PV അൻവറിന് ഏത് സീറ്റെന്ന ചർച്ചകളും സജീവമാണ്. മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ തവനൂരോ കോഴിക്കോടാണെങ്കിൽ ബേപ്പൂർ മണ്ഡലമോ നൽകാനാണ് സാധ്യത. അൻവറിനെ ബേപ്പൂരിലേക്ക് സ്വാഗതം ചെയ്തുള്ള ഫ്ലക്സ് ബോർഡുകളും ഉയർന്നിട്ടുണ്ട്. ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറെന്ന നിലപാടിലാണ് നിലവിൽ PV അൻവർ. നിരുപാധിക പിന്തുണയോടെയാണ് UDFന്റെ അസോസിയേറ്റ് അംഗമായി PV അൻവറിനെ എടുത്തിട്ടുള്ളെങ്കിലും PV അൻവറിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് സീറ്റ് നൽകേണ്ടി വരും. തവനൂരും ബേപ്പൂരുമാണ് പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ. തവനൂർ മലപ്പുറം ജില്ലയിലാണ്, കോൺഗ്രസിൻ്റെ സീറ്റാണ്. ബേപ്പൂരും കോൺഗ്രസിൻ്റെ സീറ്റാണ്, അത് കോഴിക്കോട് മണ്ഡലത്തിലാണ്, കോഴിക്കോട് ജില്ലയിലാണുള്ളത്. ഇവിടെ തവനൂരിലേക്ക് വരികയാണെങ്കിൽ തവനൂർ നമുക്കറിയാം കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. KT ജലീൽ തുടർച്ചയായി 3 തവണ വിജയിച്ചു വന്ന സീറ്റാണ്. ജലീലിനെ സംബന്ധിച്ച് അവിടെ വലിയ ആത്മവിശ്വാസമുണ്ട്. ജലീൽ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജലീൽ അവിടെ വിജയിച്ചു പോരുന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും BJPയിൽ നിന്നൊക്കെ വോട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് അവിടെ UDFന് തടസ്സമാകുന്നത്. ഇതിനെ മറികടക്കാൻ കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുമർമനെ കൊണ്ടുവന്ന് സ്വതന്ത്രനായി കൈപ്പത്ത് ചിഹ്നത്തിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചു. പക്ഷേ എന്നിട്ടും അവിടെ വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യത്തിലാണ് ലീഗിൻ്റെ താല്പര്യത്തോടെ PV അൻവറിനെ ഒരുപക്ഷെ തവനൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നത്. PV അൻവറാണെങ്കിൽ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വോട്ട് ചോരില്ല എന്നൊരു കണക്കുകൂട്ടലുണ്ട്. പ്രത്യേകിച്ച് ലീഗ് അണികൾക്ക് അൻവറിനോട് വലിയ താല്പര്യമായതുകൊണ്ടും അല്ലെങ്കിൽ അൻവറിന് വേണ്ടി അവർ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും വോട്ട് ചോർച്ച ഉണ്ടാകില്ലെന്നും പഴയ സഹപ്രവർത്തകനെ ജലീലിനെ അൻവറിനെ തോൽപ്പിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. പക്ഷേ അവിടെ ജലീൽ നിലവിൽ തന്നെ കോൺഗ്രസിൽ ഒരുപാട് പേർ ആ തവനൂർ സീറ്റിന് വേണ്ടി മത്സരരംഗത്തുണ്ട്. ജലീൽ മത്സരിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ കോൺഗ്രസിൽ ആ സീറ്റിന് വേണ്ടിയുള്ള മത്സരം കുറെ കൂടി കൂടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ലീഗിൻ്റെ സമ്മർദ്ദം മറികടന്ന് ജലീൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും നേതാവിനെ മത്സരിപ്പിക്കേണ്ടി വരും. അപ്പോൾ അൻവറിന് സീറ്റ് നൽകാൻ കഴിയില്ല. അതൊരു മറ്റൊരു വസ്തുത. ഇനി ബേപ്പൂരിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ മത്സരിക്കുന്നു എന്ന വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാകും അവിടെ ഉണ്ടാവുക. നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ടാണ് ബേപ്പൂരും കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ 28,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ റിയാസ് ജയിച്ചു കയറിയത്. അൻവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ പിണറായി വിജയനും മരുമോൻസിനെതിരുമായിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ അൻവർ മത്സരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നിലവിൽ തന്നെ അൻവർ UDFന്റെ ഭാഗമായപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ബേപ്പൂരിൽ ഫ്ലക്സുകൾ വരെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ UDFനെ സംബന്ധിച്ച് തവനൂരിൻ്റെ അത്ര പ്രതീക്ഷ ബേപ്പൂരിലില്ല നിലവിൽ എന്നൊരു വസ്തുതയാണ്. കാരണം അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊക്കെ അത്രമാത്രം വലുതുമാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ അൻവറിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് കണക്കാക്കുന്നത്. മലപ്പുറത്തെ കോൺഗ്രസിനാണെങ്കിൽ അൻവറിന് മലപ്പുറം ജില്ലയിൽ സീറ്റ് നൽകുക എന്ന തലവേദന അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാവുകയും ചെയ്യും. അദ്ദേഹം ബേപ്പൂരിലാണ് മത്സരിക്കുന്നത്. ഇനി ഇത് രണ്ടുമല്ല, അദ്ദേഹം തിരുവമ്പാടിയോ മറ്റേതെങ്കിലും സീറ്റുകൾ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും തവനൂരും ബേപ്പൂരും തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ 2 സീറ്റുകളാണ് പ്രധാനമായിട്ടും അൻവർ മത്സരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ മാസങ്ങൾക്കുള്ളിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. നിരുപാധിക പിന്തുണയാണ് താൻ നൽകിയിട്ടുള്ളതും തനിക്ക് സീറ്റ് തന്നാൽ മത്സരിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുമെന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ അൻവർ എവിടെ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ചോദ്യം. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് ആവർത്തിച്ച് K മുരളീധരൻ. ഗുരുവായൂരിൽ മത്സരിക്കുമെന്ന വാർത്ത മുരളീധരൻ തള്ളി. താൻ ഗുരുവായൂരപ്പ ഭക്തനാണ്, എന്നാൽ ഗുരുവായൂരിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാനാണ് താൽപര്യമെന്നും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ DCC പ്രസിഡന്റും KPC ഭാരവാഹികളൊക്കെ ഇവരെയൊക്കെ സഹായിക്കേണ്ട ചുമതലയാണ് എനിക്ക്. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്, അത് മാത്രമേ. ഇതൊന്നും പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുന്നണി ചർച്ചകളൊക്കെ ജനുവരി ആദ്യ വാരത്തിൽ ആരംഭിച്ച് ജനുവരി മധ്യത്തോടുകൂടെ മാത്രമേ പൂർത്തിയാക്കൂ. അതല്ലാതെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്ക് ആഗ്രഹം ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. ഗുരുവായൂർ സീറ്റ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ചയെ നടന്നിട്ടില്ല. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങുന്നതേ ഉള്ളൂവെന്നും VD സതീശൻ പറഞ്ഞു. അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്.
ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും, അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്ക്. ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്നലെ UDF യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല. എന്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്ന് നാളെയൊക്കെ ഫിക്സ് ചെയ്യുള്ളൂ. UDFന്റെ അസോസിയേറ്റ് അംഗമാക്കിയത് ചോദിക്കാതെ എന്ന് ആവർത്തിച്ച് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. മുന്നണി സഹകരണം സംസാരിച്ച കാര്യം നിഷേധിക്കുന്നില്ല, എന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കൊപ്പം നിന്നതോടെ ആ ആലോചനയുടെ പ്രസക്തി തീർന്നതായും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്നലെ അങ്ങനെ ഒന്നും സംസാരിച്ചില്ലല്ലോ. അതിനു മുമ്പ് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. അല്ലാതെ VD സതീശ് അദ്ദേഹം പറയണല്ലോ 7:41 അങ്ങനെ 2 കാള് പകരം പറയണമല്ലോ. ആ കാള് ഞാൻ കാണിച്ച 2 എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറയണതിൽ അർത്ഥമില്ല. ഒരു വിവാദത്തിനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ എന്നെ ഇങ്ങോട്ട് സമീപിച്ചല്ല, ഞാനാണ് അങ്ങോട്ട് അവരെ സമീപിച്ചത്. എല്ലാവരെയും കണ്ടതും സംസാരിച്ചും സത്യം തന്നെ. അതിൽ 7:45 8:41 അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. ആ 2 കാലം ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അതിൽ എന്ത് സൗണ്ടാണ് കേൾക്കണതെന്ന്. എൻ്റെ കൂടെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. 4 മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ എടുത്ത തീരുമാനം സംസാരിച്ചു. അവരുടെയൊക്കെ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നല്ലോ, അതവിടെ തീർന്നു. പഞ്ചായത്ത് ഇലക്ഷന് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാം കേരളം ഒട്ടൊക്കെ മത്സരിച്ചു. അതിനുശേഷം പിന്നെ പഴയ കാര്യം പറയണ്ടല്ലോ. UDF വിപുലീകരണം നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വഴിയമ്പലമായി UDFനെ നോക്കിക്കാണാൻ സാധിക്കില്ല. PV അൻവർ കുറച്ചുകൂടി സംയമനം പാലിക്കണം. ഘടകകക്ഷിയായി പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള മാന്യതയോടെ പോകണം. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കൊച്ചി മേയർ ആരെന്നതിൽ തീരുമാനം നീളുന്നു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലും തീരുമാനമായില്ല. ജില്ലാ നേതൃത്വത്തിൽ ധാരണയായില്ലെങ്കിൽ KPCC തീരുമാനം പ്രഖ്യാപിക്കും. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുള്ളതിനാൽ മേയർ സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാനും സാധ്യതയുണ്ട്. ആരാകണം കൊച്ചി മേയർ എന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കങ്ങൾ തുടരുകയാണ്, അല്ലെങ്കിൽ ചർച്ചകൾ തുടരുകയാണ് എന്ന് പറയാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെയും ആരിലേക്കും എത്താനായിട്ട് പൂർണ്ണമായും സാധിച്ചിട്ടില്ല എന്നതാണ്. ആ 3 പേരുകളാണ് ഉയർന്നു വരുന്നത്. ഒന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, രണ്ടാമത് 3 ടേമുകളായി കൗൺസിലറായി തുടരുന്ന VK മിനിമോൾ, മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ്. ഒപ്പം ഷൈനി മാത്യു എന്ന കൊച്ചിയുടെ പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള കൗൺസിലർ. ഈ 3 പേരുടെ പേരുകളുമാണ് പ്രധാനമായും തന്നെ പരിഗണിക്കപ്പെടുന്നത്. ആ 3 പേർക്ക് വേണ്ടിയും ഓരോ വിഭാഗവും രംഗത്തുണ്ട് എന്നത് തന്നെയാണ് ഈ മത്സരം ഒരു പരിധിവരെ കടുപ്പമുള്ളതാക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ വളരെയധികം ഭൂരിപക്ഷം കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് തനിച്ച് ലഭിച്ചിട്ട് പോലും ഒരു മേയറെ കണ്ടെത്താനായിട്ട് കഴിയാതെ ഈ ദിവസങ്ങൾ അത്രയും ചർച്ചകൾ നീണ്ടുപോകുന്നത് വളരെയധികം അവരെ വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട് കോൺഗ്രസിന്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പോലും ഈ രീതിയിൽ മേയറെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ പോലും തർക്കങ്ങൾ തുടരുന്നു എന്നതാണ് വളരെ വിരോധാഭാസമായിട്ടിരിക്കുന്നത്. ഏതായാലും ദീപ്തി മേരി വർഗീസിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ആവശ്യമായിരുന്നു. നേരത്തെ ദീപ്തിയുടെ പേരായിരുന്നു ആദ്യഘട്ടത്തിൽ സജീവമായി പരിഗണിച്ചിരുന്നെങ്കിൽ പിന്നീട് VK മിനിമോളുടെ പേര് കൂടി ഇതിനൊപ്പം തന്നെ ഉയരുകയായിരുന്നു. കാരണം 3 ടേമുകളിലായി കൗൺസിലറായി തുടരുന്നവർക്ക് വലിയ രീതിയിൽ ഭരണപരിചയവും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തന പരിചയവും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അവരുടെ പേര് ഒരു ഭാഗം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഷൈനി മാത്യുവിന് പ്രധാനമായും A ഗ്രൂപ്പിൻ്റെ ഒരു പിന്തുണയാണ് ഉള്ളത്. ഷൈനി മാത്യുവിൻ്റെ ഒരു പിന്തുണയ്ക്ക് പ്രധാനമൊരു കാരണം ഏതാണ്ട് 20ഓളം അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ A ഗ്രൂപ്പിൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ
അവരുടെ ആവശ്യത്തിനും ശക്തി കൂടുന്നുണ്ട്. മാത്രമല്ല ലത്തീൻ സഭ കൂടി ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മേയർ സ്ഥാനാർത്ഥി സമുദായത്തിൽ നിന്നുള്ളതാകണമെന്നൊരു ആവശ്യവുമായിട്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ പിന്തുണ ഷൈനി മോൾക്കും ഷൈനി മാത്യുവിനും അതോടൊപ്പം തന്നെ VK മിനിമോൾക്കുമാണ് ലഭിക്കുന്നത്. ഏതായാലും ലത്തീൻ സമുദായം കൂടി ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നതോടെ ഈ മത്സരം ഒന്നുകൂടി കടുപ്പമുള്ളതാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്ററി യോഗത്തിലും ആളെ വ്യക്തമായി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു. പുറം ചർച്ചകൾ മാത്രമാണ് നടന്നത്. ഒരു വോട്ടെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതോടുകൂടിയായിരിക്കും ഇതിനൊരു അന്തിമ രൂപമാകുക. അതുവരെയും ഈ സസ്പെൻസ് തുടരാൻ തന്നെയാണ് സാധ്യത. കോഴിക്കോട് നടന്ന കെ കരുണാകരൻ അനുസ്മരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച MK രാഘവൻ. കെ കരുണാകരന്റെ സ്മാരകം 15 വർഷമായിട്ടും പൂർത്തിയായില്ലെന്നും സ്മാരകം ഇനിയും പൂർത്തിയാക്കാത്തതിൽ നേതൃത്വം ഉത്തരം പറയണമെന്നും MK രാഘവൻ ആവശ്യപ്പെട്ടു. കെട്ടിടം പൂർത്തിയാക്കി ലീഡറുടെ ആത്മാവിനോട് നീതി കാണിക്കണമെന്നും MK രാഘവൻ പറഞ്ഞു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുക. അദ്ദേഹം വേർപെട്ടിട്ട് 15 വർഷമായി. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിക്കറിയാം, അദ്ദേഹത്തിന്റെ സ്മാരകം ഇനിയും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരുന്നത് ഏറെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവിന്റെ സ്മാരകം ഉയരാൻ ഇനിയും സമയമായില്ല എന്നാണ് പലരുടെയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയർന്നില്ല എന്നതിനെക്കുറിച്ച് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് വിനയപൂർവമായ എന്റെ അഭിപ്രായം. ഇവിടെ ശ്രീ മുല്ലപ്പള്ളി ലീഡറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഇതുപോലെ ശ്രമിച്ച നേതാവ്, അതാ സൂചിപ്പിച്ച ശൂന്യതയിൽ നിന്നാണ് ഈ പാർട്ടിയുടെ അടുക്കൽ. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ സ്മാരകം പോലും 15 വർഷമായി ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇത് ആരോട് പറയും? നിങ്ങൾ ആലോചിക്കണം. ഇതിന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം അടിയന്തരമായും ആ കെട്ടിടം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കേരളത്തിലെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ ഫോം 6 ഉപയോഗിച്ച് പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. ഇന്നു മുതൽ അടുത്ത മാസം 22 വരെ ഇതിനുള്ള അവസരമുണ്ട്. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഒരു നിർണായക ഘട്ടമാണ് ഈ കരട് വോട്ടർ പട്ടിക പുറത്തുവരുമ്പോൾ വരുന്നത്. ശ്രുതി, തീർച്ചയായും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഈയൊരു പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ, അതായത് അപ്പീൽ പോകാനും പരാതിപ്പെടാനും അടക്കമുള്ള അവസരം ഇതിനുശേഷം അടുത്ത മാസം 22-ാം തീയതി വരെ സൗകര്യമൊരുക്കും. മാത്രമല്ല ഈയൊരു പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഫോം 6 വഴി ഈ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരവും ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഫോം 6A ഉപയോഗിച്ചുകൊണ്ട് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഒരുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം 24,08,000 പേർ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതിൽ മരണപ്പെട്ടവരും സ്ഥിരമായി താമസം മാറിയവരടക്കമുണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവർ, അതായത് മറ്റുള്ളവർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ശതമാനം ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത്രയും പേരെ മാറ്റി നിർത്തിയതിൽ ആശങ്ക നിലനിർത്തിക്കൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കടക്കം കത്ത് അയച്ചിട്ടുണ്ട്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമയം ദീർഘിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. പക്ഷേ ഇതൊരു എടിപിടി എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് തിടുക്കപ്പെട്ട് ഈ ഒരു SIR നടത്തിയതിൽ എല്ലാ ഭരണകക്ഷിയായിക്കോട്ടെ പ്രതിപക്ഷം അടക്കം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇടയിലായിരുന്നു BLMR ഫോമുകളായി വീടുകളിലേക്ക് എത്തിയതടക്കം. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഫോം കൃത്യമായി പൂരിപ്പിച്ച് നൽകാനുള്ള സമയം ലഭ്യമായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി കത്തയച്ചത്. ഈ ഒരു കരട് പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുക. ഫെബ്രുവരി 21-ലാണ് ഈ ഒരു അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. ആ സമയം വരെ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട്, അതായത് അടുത്ത മാസം 22 വരെ ഈ ഒരു പരാതിയും ഒപ്പം തന്നെ ആക്ഷേപങ്ങളും അറിയിക്കാനുള്ള ഒരു അവസരമുണ്ട്. പരാതികൾ മറ്റും ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കാനുള്ള അവസരമായി ഇത് കണക്കാക്കിക്കൊണ്ട് ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കിയവർ രംഗത്തേക്ക് വരണമെന്നടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് 3 മണിക്ക് ശേഷം പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഇതിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അശ്വതി, ശരി സാറേ.
കേരളത്തിന് പുറമെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ആൻഡമാൻ നിക്കോബാറിലും പട്ടിക ഇന്ന് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക പ്രസിദ്ധീകരിക്കും. നേരത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച തമിഴ്നാട്ടിൽ 97 ലക്ഷം പേരെയും ഗുജറാത്തിൽ 73 ലക്ഷം പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന രാം നാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ 2 പേർ കൂടി പോലീസ് പിടിയിൽ. കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ്, CPM പ്രവർത്തകനായ ജഗദീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. കേസിൽ 15ഓളം പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമവായമായത്. രാം നാരായണന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയും ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപയും ധനസഹായം നൽകി. കണ്ണൂർ രാമന്തളിയിലെ കൂട്ടമരണത്തിൽ കലാധരന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത്. കലാധരന്റെ ഭാര്യ കള്ളക്കേസുകൾ നൽകി നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചതാണ് മരണകാരണമെന്നാണ് കത്തിലെ ഉള്ളടക്കം. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന 2 മക്കളെയും അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നയൻതാര മക്കളെ ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് 2ഉം 6ഉം വയസ്സുള്ള മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മയും വീട്ടിൽ തൂങ്ങി മരിച്ചത്. അതേസമയം 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പാലക്കാട് കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ അപലപിച്ച് സിറോ മലബാർ സഭ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്നും പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് പുതുശ്ശേരി സുരഭി നഗറിൽ വെച്ച് കരോൾ സംഘത്തെ ആക്രമിച്ചത്. സംഭവത്തിൽ RSS പ്രവർത്തകനായ കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്നെഴുതിയത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം. ഇത് ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തിനിർഭരമായ രീതിയിൽ, ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടത്. മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത്. അതങ്ങനെ ഒരു കർമ്മമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴി തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ യുവതി ദുർഗയുടെ ആരോഗ്യനില തൃപ്തികരം. തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ദുർഗ. അടുത്ത 32 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കായി കൊച്ചിയിലെത്തിച്ചത് കാർഡിയോ തറാസിക് സർജൻ ഡോക്ടർ. ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ്. ദുർഗാഗാമി എന്ന 21-കാരിക്ക് കഴിഞ്ഞ ദിവസമാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഏതായാലും വളരെയധികം സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ രംഗത്തെ നേട്ടം അടയാളപ്പെടുത്തുന്നത് തന്നെയുള്ള ഒരു ശസ്ത്രക്രിയയായിരുന്നു ഇത്. കാരണം ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത് ഇതാദ്യമായാണ്. നേരത്തെ മെഡിക്കൽ കോളേജുകളിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിന് താഴെയുള്ള ജനറൽ ആശുപത്രിയിലേക്ക് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയും ചികിത്സ മുന്നേറ്റവും ഒന്നും അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് ചെന്നിരുന്നില്ല. എന്നാൽ ഇതാദ്യമായാണ് ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. എന്തായാലും ദുർഗാഗാമിയുടെ ആരോഗ്യനില തൃപ്തികരമായിട്ട് തുടരുകയാണ് എന്നത് ആശുപത്രി സൂപ്രണ്ട് തന്നെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു. ദുർഗാഗാമി ഉണർന്നിട്ടുണ്ട്, കോൺഷ്യസ് ആണ്, വെൽ ഓറിയന്റഡ് ആണ്, സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെന്റിലേറ്ററിലാണ് അവർ സപ്പോർട്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഒരു 48 to 72 മണിക്കൂറാണ് സാധനം വെന്റിലേറ്റർ സപ്പോർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്തിട്ടേ ഉള്ളൂ. 2 കോംപ്ലിക്കേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. 2 കോംപ്ലിക്കേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനുള്ള ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. രണ്ടാമത് വരാൻ സാധ്യതയുള്ളത് ഡിസ്ഫങ്ഷനാണ്. ഇപ്പോൾ ഓൾറെഡി RV ഡിസ്ഫങ്ഷൻ ഉള്ള ഒരു റൈറ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻ ഉള്ളൊരു ഹാർട്ടായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിന്റെ RV ഡിസ്ഫങ്ഷൻ റിക്കവർ ചെയ്തിട്ടില്ല. ഇപ്പോഴും നിലവിൽ RV ഡിസ്ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ 2 ദിവസം കൂടെ തൊട്ടാൻ തീരുമാനിച്ചത്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മൾ കറക്റ്റ് പറയുന്ന ഒരു 72 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും.
കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിൻ്റെ ഹൃദയവുമായിട്ട് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് പുറപ്പെടുകയും പിന്നീട് വളരെ ചടുലമായിട്ട് തന്നെ കാര്യങ്ങൾ കേസോട്ടോ വഴിയും സർക്കാരും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും എല്ലാം തന്നെ ചെയ്തത്. നേപ്പാൾ സ്വദേശിനി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. നിയമപരമായ ചില തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെയാണ് അവർക്ക് ഈ ഒരു പരിഗണന ലഭിക്കുന്നത്. മനുഷ്യാവകാശ പ്രശ്നമായിട്ട് തന്നെയാണ് ഇത് ഹൈക്കോടതി പരിഗണിക്കുകയും തുടർന്ന് നിലവിലുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത്. ഇതനുസരിച്ചാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസായിരുന്നു ഇവരുടേത്. അതിനുശേഷം അവർ ദുർഗാകാമിക്ക് ഇതിനുള്ള ഒരു അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. അതിന് അനുമതി ലഭിച്ചതോടുകൂടി ഇന്നലെയാണ് ആ ഒരു സാഹചര്യമെല്ലാം തന്നെ ഒരുങ്ങുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന് മികച്ച ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ശസ്ത്രക്രിയ മാറിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് $450 മില്യൺ ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദിത്വ ചുഴലിക്കാറ്റ് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്കുള്ള സഹായമായാണ് ഈ തുക നൽകുക. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യയുടെ സഹായം തുടരുമെന്നും ജയശങ്കർ അറിയിച്ചു. I am here as special envoy of Prime Minister Narendra Modi and carrying a message for President Anurag Kumar Dissanayaka. The President was kind enough to receive me this morning and we had a detailed discussion on the damage caused by Cyclone Ditwa. The letter from Prime Minister Modi that I handed over builds on our first responder role and commits a reconstruction package of $450 million to Sri Lanka. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കാനാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നതെന്ന് ബെർലിനിലെ ഹെർത്തി സ്കൂളിൽ നടന്ന അഭിസംബോധനയിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സിബിഐയെയും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുകയാണ്. ബിജെപിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ ഒരു കേസ് പോലും ഇല്ലെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ വിദേശ മണ്ണിൽ വെച്ച് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി അവഹേളിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണെന്ന് ബിജെപി തിരിച്ചടിച്ചു. വടക്കേ ഇന്ത്യയിൽ പുകമഞ്ഞ് അതിരൂക്ഷം. ഡൽഹിയിലേക്കുള്ള 500-ലധികം വിമാനങ്ങൾ വൈകി 14 സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി ട്രെയിൻ സർവീസുകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. മഞ്ഞിന്റെ കട്ടിയുള്ള പാളി ദൂരക്കാഴ്ചയെ ബാധിക്കുന്നതിനാലാണ് ഗതാഗതം താറുമാറായത്. ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെ 400-ന് മുകളിലാണ് ശരാശരി AQI രേഖപ്പെടുത്തിയത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ യുക്രൈനെ പഴിച്ച് റഷ്യ. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം എന്നാണ് ആരോപണം. ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവാണ് കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് മരിച്ചത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലേക്കുള്ള ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉന്നത റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെ പലതവണ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ വർഷം മാത്രം 3 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച തെക്കൻ മോസ്കോയിൽ വെച്ചാണ് ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവറിന്റെ കാർ പൊട്ടിത്തെറിച്ചത്. കാറിനടിയിൽ ഘടിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തുവാണ് അപകടമുണ്ടാക്കിയതെന്നാണ് കണ്ടെത്തൽ. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നാണ് റഷ്യയുടെ ആരോപണം. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു തെളിവുകളും അവർ പുറത്തുവിട്ടിട്ടില്ല. യുഎസിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലെ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയായ ഖാർക്കീവിലെ തിരക്കുള്ള വിൽച്ച പട്ടണത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തു. തെക്കൻ തുറമുഖ നഗരമായ ഒഡീസയിലും റഷ്യ പിടിമുറുക്കി. യുക്രൈന്റെ സമുദ്രത്തിലേക്കുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡിസംബറിന്റെ തുടക്കത്തിൽ കരിങ്കടലിൽ വെച്ച് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് ഒഡീസയിൽ ആക്രമണം കടുപ്പിച്ചത്. സംഘർഷങ്ങൾ തുടരുന്നതിനിടെ യൂറോപ്യൻ യൂണിയൻ യുക്രൈന് 2.3 ബില്യൺ യൂറോയുടെ ധനസഹായം കൈമാറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിലെ പുൽപ്പള്ളി മേഖലയിൽ 2 കടുവകൾ കൂടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നുണ്ടെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഇതിൽ ഒരു കടുവയ്ക്ക് പ്രായക്കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളെ പിടികൂടാനും മനുഷ്യരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. മാരനെ കൊലപ്പെടുത്തിയതും പ്രായക്കൂടുതലുള്ള കടുവയെന്നാണ് നിഗമനം. വനത്തിൽ പോകുന്ന ഗോത്രവിഭാഗക്കാർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക്
ഹമ്പിൽ തട്ടി മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. എളമക്കര സ്വദേശി അസീം മുഹമ്മദാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന സഹോദരൻ അസർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. റോഡിലെ ഹമ്പിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. എറണാകുളം വൈറ്റിലയിൽ വാഹനാപകടം. കാൽനട യാത്രക്കാരനെ ഇടിച്ച കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. കാൽനട യാത്രക്കാരനും കണ്ടെയ്നർ ലോറി ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. വൈറ്റില ഇടപ്പള്ളി ദേശീയപാതയിൽ ചളിക്കവട്ടത്ത് ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച കാൽനട യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. ഹൈവേ പോലീസും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ, തെക്ക്, വടക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് രോഗബാധ. കോട്ടയം ജില്ലയിൽ കുറുപ്പുന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വെള്ളൂർ എന്നിവിടങ്ങളിലും താറാവുകൾ ചത്തത് രോഗബാധ മൂലമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം സർക്കാരിന് വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒഴികെ തുടർച്ചയായി ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ദേശാടന പക്ഷികളിൽ നിന്നാണ് രോഗബാധയെന്നാണ് കണ്ടെത്തൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,700, പവന് 1,01,600. 18 ക്യാരറ്റ് ഗ്രാമിന് 10,525, പവന് 84,200. വെള്ളി ഗ്രാമിന് 220, കിലോയ്ക്ക് 2,20,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.